ഇന്ന് നമ്മൾ നേരെ പോകുന്നത് കുട്ടാവ് ജംഗ്ഷനിലേക്കാട്ടാ. ഇതെൻ്റെ നാടിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടുന്ന് ബസ് കയറി പോകുന്നത് കണ്ണാടിപ്പറമ്പിലേക്കാണ്. ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അതിൻ്റെ കാര്യം ഞാൻ വഴിയേ പറയാം. ഈ സ്ഥലം പലർക്കും കണ്ടറിവില്ലെങ്കിലും ഈടെയുള്ള ഒരാളെ പറഞ്ഞ എല്ലാവരും അറിയും. KL ബിജു ബ്രോ എന്ന് പറയുന്ന വ്ളോഗറാ. അവരുടെ സ്വന്തം നാടാട്ടാ. അവരുടെ കഴിവ് കൊണ്ട് മാത്രം അവർ ബിൽഡ് ചെയ്തെടുത്തൊരു സംഭവമുണ്ട് യൂട്യൂബിൽ. ഏകദേശം എത്ര മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മയ്യിലെത്തിയിട്ടുണ്ട്. ഇത് മയ്യിൽ സ്കൂളാട്ടാ. ഇവിടെ കലോത്സവം നടക്കുന്നുണ്ട്. ഒരുപാട് കലാപ്രതിഭകൾ നമ്മുടെ സമൂഹത്തിലേക്ക് പുതിയതായിട്ട് ഉണ്ടാവും പോകുന്നല്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുമ്പം ഈ ജീവിതത്തിൽ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല. അത്രയും വലിയൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു ഞാൻ. എന്താ ഞാനൊക്കെ മാറിയ മാറ്റം എന്ന് ഞാൻ ഇപ്പം ആലോചിക്കും. ഞാനിങ്ങനെ മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വലിയതൊന്നുമില്ല, ചെറിയൊരു കാര്യം ഞാൻ പറയാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഞാൻ വൈകുന്നേരം കളിക്കാൻ പോകുമ്പം നേരെ താഴെ വീട്ടിലൊരു ടീച്ചറുണ്ട്, റോസമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചർ. ടീച്ചർ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഭക്ഷണം കഴിച്ചതെന്ന്. അപ്പം ഞാൻ തലയാട്ടി ചിരിക്കും. ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, മോളെ നമ്മളടുത്ത് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ കൃത്യമായി വാ തുറന്ന് മറുപടി പറയണം കേട്ടോ. അതിന് ശേഷമാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുറേ മാറി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തടാ. എന്ത് സന്തോഷം അറിയാം എനിക്ക്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു 10 ആളുടെ മുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അങ്ങനത്തെ ഞാനൊക്കെ ഇത്രത്തോളം മാറിയെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവസരം എനിക്ക് തന്നവരോട് എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 3000 ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു പേജ് ഇത്രയധികം സന്തോഷത്തിലേക്ക് വളരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിനുള്ള റീസൺ എന്താണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടാവുമായിരിക്കും. അതുതന്നെയായിരിക്കും അതിൻ്റെ റീസൺ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പം ശ്രീകണ്ഠാപുരത്ത് സിഗ്നലിൻ്റെ അവിടെ ഇറങ്ങി നേരെ മയോബി പോയി പതിവ് പോലെ നമ്മളെ സാധനങ്ങളും വാങ്ങി തിരിച്ചു പോകുന്ന. അപ്പം ഇന്നത്തെ സന്തോഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.